ഹബീബിൻ്റെ ചാരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ സദസ്സും നമ്മുടെ മജ്ലിസും ഹബീബായ പ്രവാചകൻ്റെ മദ്ഹുകൾ പറയുന്ന ആ ഇഷ്കിനെ വിളമ്പുന്ന ഒരു മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിശബ്ദതയോടെ വളരെ കൃത്യതയോടെ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികളെല്ലാവരും കസേര നേരെ ഇട്ട് കറക്റ്റായിട്ടിരിക്കും. ഹല്ല 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 ഹലോ 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 ഹല്ല 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 هلا 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 هلا
Allah, 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 Allah. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. يا نبي يا نبي يا نبي تو رحم کر. یا نبی یا نبی یا مولا تو فضل کر. یا نبی یا نبی یا نبی تو رحم کر. یا نبی یا نبی یا مولا تو فضل کر. یا مصطفیٰ یا مجتبی یا مجتبی خیر الورا. یا مصطفیٰ یا مرتضی یا مجتبی خیر الورا. بلغ العلا بلغ العلا بکمالہ کشف الدجی بجمالہ. بلغ العلا بکمالہ کشف الدجی بجمالہ. حسنت جمیع خصالہ. صلوا علیہ وآلہ صلوا علیہ وآلہ. یا نبی یا نبی یا نبی تو رحم کر. یا نبی یا نبی یا مولا تو فضل
കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്നു തെങ്ങലുമാറ്റിയതോർത്തു കരയും പാപി ഞാനാണ് പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്നു തെങ്ങലുമാറ്റിയതോർത്തു കരയും പാപി ഞാനാണ് കല്ലിനും മണ്ണിനും ആ ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും ആ കനിവുണ്ടായെങ്കിൽ കല്ലിനും മണ്ണിനും ആ ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും ആ കനിവുണ്ടായെങ്കിൽ ഉമ്മത്തിയെ തട്ടൂലനൂറ് ഉമ്മത്തിയെ തട്ടൂലനൂറ് യാ നബി യാ നബി യാ നബി യാ നബി യാ നബി തൂ रहमत कर या नबी या नबी या मौला तू फजल कर दूरी സിനാമല താഴ്വരയിൽ അന്ന് മൂസാ നബിക്ക് റബ്ബിന്റെ ആജ്ഞ കാലിലെ ചെരുപ്പുകൾ മാറ്റിക്കയറുക പാവനമാം ജബലാദരിച്ചിടും ദൂരി സിനാമല താഴ്വരയിൽ അന്ന് മൂസാ നബിക്ക് റബ്ബിന്റെ ആജ്ഞ കാലിലെ ചെരുപ്പുകൾ മാറ്റിക്കയറുക പാവനമാം ജബലാദരിച്ചിടും ഏഴാനാകാശം താണ്ടി ബൈത്തുൽ മഅമൂറും സിദ്റത്തുൽ മുൻതഹയുമെല്ലാം കടന്ന് ഏഴാനാകാശം താണ്ടി ബൈത്തുൽ മഅമൂറും സിദ്റത്തുൽ മുൻതഹയുമെല്ലാം കടന്ന് റബ്ബിന്റെ മുന്നിൽ മുത്ത് റസൂല് റബ്ബിന്റെ മുന്നിൽ വസ്തു റസൂല് റസൂലല്ലാഹ് റസൂലല്ലാഹ് അരികെ വരൂ തിരുപാദകം ധരിച്ചേ വരൂ റസൂലല്ലാഹ് അരികെ വരൂ തിരുപാദകം ധരിച്ചേ വരൂ യാ നബി യാ നബി യാ നബി യാ നബി യാ നബി തൂ रहमत कर या नबी या नबी या मौला तू फजल कर या मुस्तफा या मुर्तला या मुज्तबा खैरल वरा या मुस्तफा या मुर्तला या मुज्तबा खैरल वरा बलगल उला बलगल उला बिकमालिहि كشف الدجى بجماله بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله حسنت جميع خصاله صلوا عليه وآله صلوا عليه وآله വളരെ പ്രിയം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഈ മഹല്ലത്തിൻ്റെ ആത്മീയ നേതൃത്വം എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായ വലിയ വാഗ്മിയും കൂടിയായ ത്വഹ ബാഖവി ഉസ്താദ്, അതുപോലെ ഞാനേറെ സ്നേഹിക്കുന്ന പ്രിയം വെക്കുന്ന ഈ മഹല്ലത്തിലുള്ള അദ്ലൻ ഉസ്താദ് അടക്കമുള്ള അബ്ദുറഹ്മാൻ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ആലിമീങ്ങൾ, പ്രത്യേകിച്ച് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഈ മഹല്ലത്തുമായി അഭേദ്യമായ വിട്ടുപിരിയാത്ത ബന്ധമാണ്. ഈ മഹല്ലത്തിൻ്റെ അജയ്യരായ കമ്മിറ്റി ഭാരവാഹികൾ, എന്നിവിടേക്ക് ക്ഷണിച്ച ഇന്നത്തെ ഈ പരിപാടിയുടെ സംഘാടകർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബദിയടുക്കയിലുള്ള നല്ലവരായ ഉമ്മ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസന്തം
വിരുന്നെത്തിയ ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ആശിഖ്യങ്ങളുടെ മാനസങ്ങൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുകൊണ്ട് കാണാനുള്ള വെമ്പലിലാണ്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയത് സാധുക്കളായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത നമ്മൾ ഈ മജ്‌ലിസിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ തൗബ ഇരിക്കുകയാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ മുന്നിൽ ചെന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഇറക്കി വെക്കുകയാണ്. ഈ സദസ്സ് ഒരിക്കലും വെറുതെയാകില്ല എന്ന ആത്മവിശ്വാസം നാം ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം ഇതുപോലെയുള്ള ഒരു സദസ്സ്, അതും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ പാടുന്ന, ഇഷ്ക് പറയുന്ന ഒരു മജ്‌ലിസ്, അതിൽ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. എത്രയോ ആളുകൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ക് പാടിപ്പാടി മദീന അണഞ്ഞവരുണ്ട്. ഇഷ്ക് പാടിപ്പാടി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ചെന്നുകൊണ്ട് സ്വലാത്തും സലാമും ചൊല്ലിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇഷ്ക് കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ മുമ്പിലേക്ക് ചെന്നപ്പോൾ മരിച്ച സ്ത്രീകൾ വരെ ചരിത്രത്തിലുണ്ട്. അവരൊക്കെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾക്കുമ്പോൾ, മുത്തുനബിയുടെ പേരുച്ചരിക്കുമ്പോൾ അവർക്ക് പേടിയാണ്. അവർക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുച്ചരിക്കണമെങ്കിൽ പോലും വുളൂ വേണമായിരുന്നു. നമ്മളൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേര് ഉച്ചരിക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാൻ വരെ നമുക്ക് മടിയാണ്. ഈ ഒരു മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് പിരിയുമ്പോൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു മജ്‌ലിസായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മജ്‌ലിസ് സംഘടിപ്പിച്ച ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലദീ أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا اللهم صل وسلم وبارك عليه. ഈ ലോകം പടക്കുന്നതിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അല്ലാഹു പടച്ചിരുന്നു എന്നാണ്. കുന്തു നൂറൻ ബൈന യദയില്ലാഹി ഖബ്ല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബിഅൽഫി ആം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിനും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബുനാ വസയ്യിദുനാ വസനദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അല്ലാഹു പഠിച്ചിരുന്നുവെന്നാണ്. പക്ഷെ ലോകത്ത് മുഹമ്മദ് എന്ന നാമം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ അർത്ഥം തന്നെ വാഴ്ത്തപ്പെടുന്നവൻ, കാലങ്ങളോളം വാഴ്ത്തപ്പെടുന്നവൻ അർത്ഥം വരുന്ന മുഹമ്മദ് എന്ന പദം മറ്റൊരു നബിമാർക്കും അല്ലാഹു നൽകിയിട്ടില്ല. എന്തേ കാരണം? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അല്ലാഹുവിൻ്റെ അടങ്ങാത്ത പ്രേമമാണ്. അല്ലാഹുവിൻ്റെ ഇഷ്ക് എന്ന് പറഞ്ഞാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ പടച്ചോന് സഹിക്കൂല.
മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദി എന്ന നാമം അത് മറ്റുള്ള നബിമാരിൽ നിന്നും അള്ളാഹു വ്യത്യസ്തമാക്കി എന്നുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് മണ്ണിൽ നിന്ന് പടച്ചവൻ അർത്ഥം വരുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാമം. നൂഹ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന അർത്ഥം വരുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാമം. വെള്ളത്തിൽ നിന്ന് പെറുക്കിയെടുത്തവൻ അർത്ഥം വരുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാമം. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം അത് വളരെ വ്യത്യസ്തമാണ്. സമ്മൈതുഹു മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെന്തെന്ന് ചോദിച്ചപ്പോ ഞാനിട്ട പേര് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് സമ്മൈതുഹു മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പിടക്കണം. ആ പേര് കേൾക്കുമ്പോൾ മദീനയിലേക്ക് നമ്മുടെ മനസ്സ് ചെല്ലണം. തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് ഗിർ റഹാ ഹോ മുझे भी संभालो. तेरे कुर्बान प्यारे मोहम्मद गिर रहा हूँ मुझे भी संभालो. ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല തിരുത്താവിൻ ഉടയാർന്ന നാമം. തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് ഗിർ റഹാ ഹോ മുझे भी संभालो. तेरे कुर्बान प्यारे मोहम्मद गिर रहा हूँ मुझे भी संभालो. ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ, ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ, തട്ടി മാറ്റിടുമോ സ്നേഹമുല്ലേ. തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ, തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ, തൂബാലക്ക എന്ന് ചൊല്ലാമോ മുല്ലേ. തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് ഗിർ റഹാ ഹോ മുझे भी संभालो. तेरे कुर्बान प्यारे मोहम्मद गिर रहा हूँ मुझे भी संभालो. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിനിരുളങ്ങ് മാറാൻ. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിനിരുളങ്ങ് മാറാൻ. ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും, മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും, ജന്മം നമുക്കായി സമർപ്പിച്ച ഗേഹം. തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് ഗിർ റഹാ ഹോ മുझे भी संभालो. ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എൻ്റെ പ്രിയരാം ഹബീബിൻ്റെ നാമം. കാലം മറക്കാത്ത നാദങ്ങളില്ല എൻ്റെ പ്രിയരാം ഹബീബിൻ്റെ നാമം. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങ് ദൂരെ നിന്ന് ബദിയടുക്കയിൽ നിന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് ഞങ്ങളൊന്ന് വിളിക്കട്ടെ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മുടെ മനസ്സുകൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് തിരിച്ചു വെച്ചോ. ഉമ്മ പെങ്ങന്മാരെ, സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ ഹബീബിന് നൽകണം. ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതർ. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. നബിയേ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ നാം പടക്കുമായിരുന്നില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമാണ് ഈ ഭൂമിയെ തന്നെ അല്ലാഹു പഠിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തെ പഠിച്ചിട്ടുള്ളത് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ടാണ്. അവിടുത്തെ വുജൂദിയത്താണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പതിന് തന്നെ കാരണം. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദീനയുടെ മണ്ണിനെ വർണ്ണിക്കുമ്പോ മുഅ്മിനീങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ പിടക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ മണ്ണ്, മദീനത്തെ കാറ്റിനെന്തൊരഴക്, മഹബൂബിൻ മേനി തൊട്ട കുളിര്. മദീനത്തെ കാറ്റിനെന്തൊരഴക്, മഹബൂബിൻ മേനി തൊട്ട കുളിര്. കസ്തൂരി ഗന്ധമേറെ അതില് കൊണ്ടാൽ തീരുമെന്റെ കനല്. മദീനത്തെ കാറ്റിനെന്തൊരഴക്, മഹബൂബിൻ മേനി തൊട്ട കുളിര്. മദീനത്തെ കാറ്റിനെന്തൊരഴക്, മഹബൂബിൻ മേനി തൊട്ട കുളിര്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഏഴാകാശവും കടന്ന് അള്ളാഹുവിന്റെ ലോകത്തേക്ക് സദത്തിലേക്ക് ചെല്ലുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തരുന്നുണ്ട് ആരാണ് മുഹമ്മദ് എന്ന്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതാഇൻ സമ്മ അമീൻ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കുന്നത്. ആ മലക്കിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകാശാരോഹണം മിഅ്റാജിന്റെ രാവ് വല്ലാത്തൊരു അനുഭൂതിയാണ്. ആ രാവിനെ കുറിച്ച് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാതോരാതെ സംസാരിച്ചിട്ടുണ്ട്. എന്തേ കാരണം? ഹബീബും മഹബൂബും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഹബീബും മഹബൂബും തമ്മിലുള്ള അഭേദ്യമായൊരു സംസാരത്തിലേക്ക് കടക്കുകയാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ തഹിയ്യത്ത് അർപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാ സലൂട്ടേഷനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർപ്പിക്കുകയാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. എന്തൊരു രസമാണ്, എന്തൊരു സുഖമാണ് ആ അത്തഹിയ്യാത്ത് കേൾക്കുമ്പോൾ. നമ്മൾ നിസ്കാരത്തിൽ പതിവായി ചൊല്ലുന്ന അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് ആരാണ് പറഞ്ഞത്? ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷേ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് തന്റെ ഹബീബിന് സലാം പറയുന്ന രൂപം എങ്ങനെയാ സലാം പറയുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയേ, അങ്ങേക്ക് എൻ്റെ സലാമും എൻ്റെ റഹ്മത്തും എല്ലാം ചൊരിയട്ടെ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
ആ സലാം തൃപ്തിയായില്ല. അള്ളാഹുവിന്റെ സലാം മടക്കലിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മനോവിഷമം. എന്തേ കാരണം? ആ സലാമിൽ എൻ്റെ ഉമ്മത്തിനെ പെടുത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സലാം മടക്കുമ്പോ എൻ്റെ ഉമ്മത്തിനെ അതിൽ പെടുത്തിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ ഓർക്കുകയാണ് അള്ളാഹിന്റെ സവിധത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകുമ്പോ, അല്ലെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോ, നമ്മുടെ വിഷമം പറയാൻ പോകുമ്പോ മറ്റുള്ളവർ നമ്മൾ ഗൗനിക്കാറില്ലല്ലോ, അല്ലേ? നമ്മുടെ കൂടപ്പിറപ്പിനെ മാത്രം കൊണ്ട് നടക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ ഓർക്കുകയാണ്. ഉമ്മത്തിന് വേണ്ടി സലാം മടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചങ്ങോട്ട് സലാം പറയുന്നു, അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സുബ്ഹാനല്ലാഹ്. ഈ അത്തഹിയ്യാത്തിൽ നമുക്കും സലാമിനെ മടക്കി കൊണ്ടുവന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങൾക്ക് ഉമ്മത്തിന്റെ വേദന സഹിക്കാൻ പറ്റൂല. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെനിക്ക് അർഹതയൊന്നുമില്ല. യാ നബി അർഹതയൊന്നുമില്ല. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെനിക്ക് അർഹതയൊന്നുമില്ല. യാ നബി അർഹതയൊന്നുമില്ല. എനിക്കെന്റെ റസൂലുള്ളാഹ് മാപ്പ് നൽകുമോ? എന്നോടുമൊന്ന് അങ്ങ് പുഞ്ചിരിക്കുമോ? തപിക്കുന്ന ഹൃദയമില് ഒന്നു നോക്കുമോ? മരിക്കുന്ന മുന്നേ അങ്ങിലേക്ക് ചേർക്കുമോ? എനിക്കെന്റെ റസൂലുള്ളാഹ് മാപ്പ് നൽകുമോ? എന്നോടുമൊന്ന് അങ്ങ് പുഞ്ചിരിക്കുമോ? തപിക്കുന്ന ഹൃദയമിലേക്കൊന്നു നോക്കുമോ? മരിക്കുന്ന മുന്നേ അങ്ങിലേക്ക് ചേർക്കുമോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞ നബിയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മഗ്ഫിർ ലി ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങൾക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. ആ ദുആ കേട്ടപ്പോ ആയിഷ ഉമ്മക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആയിഷ ഉമ്മ ചോദിച്ചു, അല്ല റസൂലേ, എന്നെയും ആ ദുആയിൽ നിങ്ങൾ ചേർത്തൂടെ? എനിക്കൊന്ന് ദുആ ചെയ്യണം നബിയേ, എനിക്കൊന്ന് ദുആ ചെയ്യണം നബിയേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ദുആ ചെയ്യാറുണ്ട്. ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾ സ്പെഷ്യലായിട്ട് ലീഖ്വാനി, എൻ്റെ സഹോദരങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തല താഴ്ത്തിക്കൊണ്ട് വളരെ സന്തോഷവദനായിക്കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ നിനക്കൊരു കാര്യം അറിയോ? എന്നെ കണ്ടിട്ടില്ലാത്ത, എന്നെ കേട്ടിട്ടില്ലാത്ത, എൻ്റെ കൂടെ ജീവിച്ചിട്ടില്ലാത്ത ഒരു സമൂഹം അവസാന കാലഘട്ടത്തിൽ വരാറുണ്ട്. അവരാണ് എൻ്റെ സഹോദരങ്ങൾ ആയിഷ. എൻ്റെ സഹോദരങ്ങൾ അവരാണ്. എന്നെ കണ്ടിട്ടില്ലാത്ത, എന്നെ കേട്ടിട്ടില്ലാത്ത, എൻ്റെ കൂടെ ജീവിക്കാൻ പോലും അവസരം ലഭിക്കാത്ത നമ്മെ പോലത്തെ ആളുകള് സുബ്ഹാനല്ലാഹ് നമ്മളെ ഓർക്കുകയാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സ്നേഹമാണ്! ഹബീബിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം.
ഹബീബിന്റെ സ്നേഹം എങ്ങനെയാ? സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽഗണം. സ്നേഹം നേടാനാ തിരുറോദയിൽ ഒന്നു ചേരണം. സൽഗുണനേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേകിയ വദനം കണ്ടൻ ആശ തീർക്കണം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഹി والحبيب العربي والحبيب العربي. താരകങ്ങളുദിച്ചുയർന്നാൽ തിങ്കളാണു നബി. അല്ല അതിലു മികൈന്ത ഭംഗി സയ്യിദ് നബി ഉത്തമരേ. സയ്യിദ് നബി ഉത്തമരേ. അൻതതു അലൈനനാ في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي والحبيب العربي. റൗളയിലാണെൻ്റെ റൂഹ് പിരിയുന്നതെങ്കിൽ റൗളയിലാണെൻ്റെ റൂഹ് പിരിയുന്നതെങ്കിൽ അതിനോളം നേട്ടമുള്ളൊരു സൗഭാഗ്യമിനി എന്താ? അഹദായ തമ്പുരാനെ വിധി എന്നിൽ കൂട്ടിടണേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഹി والحبيب العربي والحبيب العربي. അന്ന് ത്വായിഫിൽ നിന്ന് മടങ്ങുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദുഃഖത്തിന്റെ ഭാണ്ഡങ്ങളും പറിക്കൊണ്ട് ത്വായിഫിന്റെ മണലാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടുകയാണ്. കല്ലേറിക്കൊണ്ടെൻ്റെ കരളായ ഹബീബിൽ കുടൽമാല ചാർത്തി പൊൻ മലരായ റസൂലിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ചുകൊണ്ട് ആട്ടിപ്പായിക്കുകയാണ് ത്വായിഫിലെ ആളുകൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടുകയാണ്. 40 കിലോമീറ്ററോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തം വാർന്നുകൊണ്ട് ഓടുകയാണ്. ചരിത്രത്തിൽ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തം വാർന്ന് ചെരുപ്പിന്റെ വാറ് പോലും ഒട്ടുന്ന രൂപത്തിലേക്ക് എത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വേദനയാണ് ഈ ഉമ്മത്തിന് വേണ്ടി സഹിക്കുന്നത്. മുഅ്മിനീങ്ങളെ ഉമ്മ പങ്ങന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ത്വായിഫിൽ നിന്ന് മടങ്ങുമ്പോൾ അവിടുന്ന് അല്ലാഹുവിലേക്ക് കരമുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളഅഫ ഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. പടച്ചോനെ, ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ് പറ്റിക്കാനുള്ളതായ സൂത്രങ്ങൾ എൻ്റെ കയ്യിലില്ല റബ്ബേ. ജനങ്ങളെ പറ്റിക്കാനുള്ളതായ സൂത്രങ്ങളൊന്നും ഈ മുഹമ്മദിന്റെ കയ്യിലില്ല. ജനങ്ങൾക്ക് മുമ്പിൽ ഞാനിതാ നിന്യനായിരിക്കുകയാണ് റബ്ബേ. ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായിരിക്കുന്നു റബ്ബേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇലാ മൻ തകിലുനി, റബ്ബേ നീ എന്നെ ആരിലേക്കാണ് ഏൽപ്പിക്കുന്നത്?
എന്നെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്ന, എന്നെ കടിച്ചു കീറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ശത്രുക്കളെ മുമ്പിലേക്കാണ് എന്നെ നീ കൊണ്ടെത്തിക്കുന്നത് റബ്ബേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. അങ്ങനെ ഓടി ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദാസ് എന്ന് പറയുന്നതായ ഒരു തോട്ടക്കാരന്റെ മുന്തിരി തോട്ടത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. അന്ന് ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും തോട്ടം എന്നറിയപ്പെടുന്ന ആ തോട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പരിക്ഷീണിതനായി, വളരെ ദുഃഖിതനായി, ഖിന്നനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ അദ്ദാസ് എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മുന്തിരിക്കുല കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിക്ഷീണിതനാണ്, വളരെ ദുഃഖിതനായിരിക്കുന്ന ക്ഷീണം കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വായ പോലും തുറക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത വിഷമത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിലേക്ക് ആ മുന്തിരി വെച്ചു കൊടുക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മി ചൊല്ലുകയാണ്. ബിസ്മി ചൊല്ലുന്നത് കേട്ടപ്പോൾ അദ്ദാസ് എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ പറഞ്ഞതെന്താ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ റബ്ബിൻ്റെ നാമമാണ്. എന്നെ ഞാനാക്കിയതായ, ഞാൻ ഈ രൂപത്തിലേക്ക് എന്നെ എത്തിച്ച പ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ ഉച്ചരിച്ചിട്ടുള്ളത്. അദ്ദാസ് പറഞ്ഞു, അതാരാണ്? അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഹുവല്ലാഹുല്ലദി ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടപ്പോ അദ്ദാസിന് വല്ലാത്ത അത്ഭുതം, എനിക്ക് നിങ്ങളുടെ മതത്തിലേക്ക് വരണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പാകെ അദ്ദാസ് എന്ന് പറയുന്ന ആ ജൂതനായ മനുഷ്യൻ ഇസ്ലാമിനെ കടന്നു വരികയാണ്. പുഞ്ചിരിയിലെ ധർമ്മം ചൊല്ലി ലോകത്തിൻ നേതാവ്, തിന്മ നന്മകൾക്ക് പ്രകാശമേകി നൂറ്റാണ്ടിൻ ജേതാവ്. എല്ലാ നന്മകളുടെയും പരിപ്രേക്ഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ അദ്ദാസിനോട് സംസാരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ആ ഒരു ചരിത്രം നമ്മളെ കൊണ്ടു ചെല്ലുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ദുഃഖമുണ്ടാക്കിയ ഒരു ചരിത്രമാണ് ത്വായിഫിന്റെ ദുഃഖം. ആ ത്വായിഫിലുണ്ടായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായതായ വിഷമം മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തും അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിലേക്ക് തിരിഞ്ഞു എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂല് അഖിലാണ്ട ലോക നേതാവ്, അല്ലാമുൽ ഗൈബായ നൂറ്, എല്ലാത്തിനേക്കാളും ഖൈറ്, എല്ലാത്തിനേക്കാളും ഖൈറ്. ത്വാഹ റസൂലിൻ്റെ ഖൽബിൽ നിറഞ്ഞു, എന്നാലും സ്നേഹസുഖം നേടിയിട്ടില്ല. ത്വയ്ബ മദീനത്തെ ചിത്രങ്ങൾ കണ്ടു, അതല്ലാതെ ഞാനവിടെ പോയിട്ടില്ല. ത്വയ്ബ മദീനത്തെ ചിത്രങ്ങൾ കണ്ടു, അതല്ലാതെ ഞാനവിടെ പോയിട്ടില്ല.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ മാത്രമാണ് വിശ്വാസമർപ്പിച്ചിട്ടുള്ളത്. ഉടയോനിൽ മാത്രം സുജൂദ് ചെയ്ത്, ഉടയോനിൽ മാത്രം സുജൂദ് ചെയ്ത്, എല്ലാം അല്ലാഹുവിൽ മാത്രമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സുജൂദിന്റെ സ്ഥാനത്ത് പോലും അല്ലാഹുവിന് മാത്രമാണ്. എല്ലാം മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിൽ നിന്ന് സമ്മാനമായി കിട്ടിയ നിസ്കാരവുമായി കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന് മാത്രമാണ് ഓർമ്മ. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യന്റെ അല്ലാഹുവിലേക്കുള്ള മിഅ്റാജാ. നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വിഷമം വരുമ്പോ ഉടനെ തന്നെ ഓടുകയാണ് നിസ്കാരപ്പായയിലേക്ക്, 2 റക്അത്ത് നമസ്കരിക്കുകയാണ്, അല്ലാഹുവിന്റെ മുനാജാത്ത് നടത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ നിസ്കാരം എന്ന് പറഞ്ഞാല് മുഅ്മിനായ മനുഷ്യന് വലിയ ആശ്വാസമാണ്, വലിയൊരു ആശ്വാസമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ പല ചിന്തകളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾക്ക് പോലും അല്ലാഹുവിനോട് വല്ലാത്ത ഇഷ്കായിരുന്നു നിസ്കാരത്തിൽ പോലും. എന്തേ കാരണം? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയങ്ങളിൽ നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതായ, ഇഷ്ക് വെച്ചതായ ഒരുപാട് ആളുകൾ ചരിത്രം നമുക്കറിയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ച് അവസാനം അവിടുന്ന് എല്ലാം വാരിക്കോരി കൊടുക്കുകയാണ്. ചരിത്രത്തിൽ പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലുണ്ടായിരുന്ന സകലമാന സ്വത്തുക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വതക്ക ചെയ്തു. നിമിത്തങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലായി ചെലവഴിക്കുകയാണ്. അങ്ങനെ ഹിജ്റ പോകുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ മക്കളോട് ചോദിക്കുന്നുണ്ട്, ഉപ്പ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? ഉപ്പ വല്ലതും നിങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടോ മക്കളെ എന്ന് ചോദിക്കുമ്പോ മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഇല്ല, ഉപ്പ ഒന്നും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ്? റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാം മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുകയാണ്. ഒന്നും ബാക്കി വെച്ചില്ല. മക്കൾ പേടിച്ചിട്ട് മക്കളെ കല്യാണം കഴിയോ മറ്റോ ഒന്നും വിഷമിക്കാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെലവഴിക്കുകയാണ്. അവരുടെ സ്നേഹം എവിടെ? അവരുടെ സ്നേഹം എവിടെ? നമ്മുടെ സ്നേഹം എവിടെ? അങ്ങനെ അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ചെല്ലുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും കൊടുക്കാൻ റെഡിയുണ്ടോ? ആരെങ്കിലും അല്ലാഹുവിന് നൽകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഉടുത്തിരുന്ന തുണി പോലും അടിച്ചു കൊടുത്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്. സ്വന്തം തുണി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഊരിക്കൊടുത്തു. നഗ്നനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏതുവരെ? നിസ്കാരത്തിന് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാതായി. മുത്തനബിക്ക് വല്ലാത്ത വിഷമമായി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉടുക്കാൻ തുണിയില്ല, ഔറത്ത് മറക്കാൻ തുണിയില്ല. മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബാക്കളെ വിളിച്ചു കൂട്ടുകയാണ്, എന്റെ അബൂബക്കറിന് ഔറത്ത് മറക്കാൻ നിങ്ങളുടെ കയ്യിൽ തുണിയുണ്ടോ? സ്വഹാബികളെല്ലാം ഓടി, എല്ലാവരും വീട്ടിലേക്ക് ഓടി. സുബ്ഹാനല്ലാഹ്, യാ റസൂലല്ലാഹ്,
ഞങ്ങളെ കയ്യിലൊരു തുണിയുമില്ല നബിയേ, ഞങ്ങളെ കയ്യിൽ എക്സ്ട്രാ ഇല്ല, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചവരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമത സഹ്റാ റളിയല്ലാഹു അൻഹ ഈ വാർത്ത കേൾക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിൽ തന്റെ പിതാവ് നൽകിയ കല്യാണത്തലേന്ന് തന്റെ പിതാവ് നൽകിയ ഒരു തട്ടമുണ്ടായിരുന്നു, ഒരു പച്ച നിറത്തിലുള്ള ഒരു തട്ടം. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എടുത്തു നോക്കുമ്പോൾ കീറിയിട്ടുണ്ട്. കീറിയ തട്ടമാണ് പിതാവ് കല്യാണത്തലേന്ന് പുതുനാരിക്ക് നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയതായ തട്ടമാണ്. അത് തുന്നിപ്പിടിപ്പിച്ച് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സേവകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇത് കൊടുത്തയക്കണം ഇലാ ഹദ്റത്തി അബീബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു കീറിയതായ ഒരു മുണ്ട്, കീറിയ ഒരു തട്ടം അത് കഷ്ണം വെച്ചിട്ടുണ്ട്, അത് കൊടുത്തു വിടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ ഔറത്ത് മറക്കാനില്ല, നിസ്കാരത്തിന് അങ്ങ് പള്ളിക്ക് പോകാൻ പറ്റുന്നില്ല, വീട്ടിലാണ്. അവസാനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ ആ കീറിയതായ തുന്നിപ്പിടിപ്പിച്ചതായ തട്ടം ഉടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വളരെ വിഷമത്തിലാണ്. നബി കരയുകയാണ്, എൻ്റെ അബൂബക്കറിന്റെ എന്തൊരവസ്ഥയാണ്, എൻ്റെ അബൂബക്കറിന്റെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് കരയുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ നസല മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ ജിബ്രീൽ ഉടുത്തിരിക്കുന്നത് കീറിയ മുണ്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടുത്തിരിക്കുന്നത് കീറിയ മുണ്ടാണ്. ഇത് കണ്ടപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാലക യാ ജിബ്രീൽ, ജിബ്രീലേ നിനക്കിതെന്തു പറ്റി? സാധാരണ വരുന്ന വേഷമല്ലല്ലോ, നീ വരുമ്പോ നല്ല അണിഞ്ഞൊരുങ്ങ തലേ കെട്ടി നല്ല ഖമീസ് ഇട്ടാണല്ലോ നീ എൻ്റെ അടുക്കലേക്ക് വരാറുള്ളത്, ഇത് നിനക്കെന്ത് പറ്റി ജിബ്രീൽ അലൈഹിസ്സലാം? ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾക്കറിയുമോ ആകാശലോകത്ത് പോലും മലക്കുകളെല്ലാം ഇതേ വേഷത്തിലാണ്. ഇന്നത്തെ ദിവസം മലക്കുകൾ ധരിച്ചിരിക്കുന്നത് കീറിയ തുണിയാണ്. എന്തേ കാരണം? അബൂബക്കർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതായ ആ ത്യാഗമോർത്തുകൊണ്ട് മലക്കുകളെല്ലാവരും ഇതേ വേഷത്തിലാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ത്യാഗം ഉമ്മമാരെ ഒന്നോർത്ത് നോക്ക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി കേൾക്കേണ്ട താമസം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങുകയാണ്. യാ റസൂലല്ലാഹ്, നിങ്ങൾ വിഷമിക്കരുത്, അബൂബക്കർ ബിൽ ജന്ന, അബൂബക്കറിന് സ്വർഗമുണ്ടെന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ദുഃഖത്തോടെ തൻ്റെ വീട്ടിൽ ഇങ്ങനെ കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എങ്ങനെയാ വരുന്നത്? വളരെ മുഷിഞ്ഞ കീറിയ തുണിയെടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്നെ വിളിക്കാനൊന്ന് പറയൂ സിദ്ദീഖുൽ അക്ബർ, എന്നെ ഉണർത്താനൊന്ന് പറയൂ ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് കിടക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. കീറിയ മുഷിഞ്ഞ ഒരു തുണിയുമെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച് കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ അബൂബക്കർ നീ ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് അബൂബക്കർ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, حبا لك يا رسول الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دي أول ميدراي പാടച്ചു വെച്ച മുഹമ്മദാ ബദറിലും ബദർ ലംഘിടുന്നോരെ കാണുവാൻ വീതി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഓർമ്മകൾ ഞങ്ങൾ അയവിറക്കുകയാണ്. ഈ വേദിയിൽ വെച്ച്, ഈ മജ്ലിസിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകൾ ഞങ്ങൾ അയവിറക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഈ മജ്ലിസ് ഞങ്ങളുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാക്കണേ അല്ലാഹ്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറമാടി കഴിഞ്ഞതിന് ശേഷം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറടക്കം കഴിഞ്ഞതിന് ശേഷം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ വാതിൽ പടിക്കൽ ഫാത്തിമത സഹ്റാ റളിയല്ലാഹു അൻഹ കരയുകയാണ്. ഉപ്പയെ എല്ലാവരും മറമാടി പള്ളിയിൽ നിന്ന് കടന്നു വരുന്ന രംഗം വളരെ വേദനയോടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ്. മനസ്സ് തകർന്ന് ഹൃദയം തകർന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ സ്വഹാബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കൈഫ വാറൈത ബി, എങ്ങനെയാണ് അനസേ എൻ്റെ ഉപ്പാന്റെ മുഖത്തേക്ക്, എൻ്റെ ഉപ്പാന്റെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടാൻ നിനക്ക് മനസ്സ് വന്നത് അനസേ? സുബ്ഹാനല്ലാഹ്, എൻ്റെ ഉപ്പാന്റെ ദേഹത്തേക്ക് ആ മണ്ണ് വാരിയിടാന് എങ്ങനെയാണ് അനസേ നിനക്ക് മനസ്സ് വന്നതെന്ന് ചോദിച്ചപ്പോ അനസ് റളിയല്ലാഹു അൻഹു വിതുമ്പുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറമാടൽ കഴിഞ്ഞ് ദഫൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കോരിത്തരിച്ചു പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവർക്കൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമേൽക്കും പ്രിയമായിരുന്നു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിഞ്ഞുകൊണ്ടുള്ള മുത്തുനബിയെ കാണാതിരിക്കുന്ന ഒരു നിമിഷം പോലും അവർ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. മഹാന്മാരൊക്കെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്തതിന്റെ പേരിൽ പല സ്വഹാബത്തും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർസിന്റെ ക്ലാസ്സിൽ കണ്ടിട്ടില്ലെങ്കിൽ സ്വഹാബികൾക്ക് സഹിക്കൂല എന്നാ. പിന്നെ അവർ ഭാര്യമാരുടെ അടുക്ക് പോവില്ല. അവർക്ക് വേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കരളിന്റെ കഷ്ണമാകണം. ആ മുത്തുനബി ആയിരിക്കണം നമ്മുടെ ഈമാനിന്റെ പൂർണ്ണത. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എന്നെ പ്രിയം വെക്കാത്ത കാലത്തോളം പരിപൂർണ മുഅ്മിനാവുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയെയാണ് നബിയേ. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് സ്നേഹം വെക്കുന്ന അങ്ങയോടാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, മസ്തക്മൽതൽ ഈമാന യാ ഉമർ. ഉമറേ, നിന്റെ ഈമാൻ പൂർണ്ണമല്ല, നിന്റെ ഈമാൻ പൂർണ്ണമല്ല ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ശരീരം മുഴുവനും അങ്ങേക്ക് ഞാൻ ദർപ്പണം ചെയ്യുകയാണ്. എല്ലാം ഞാൻ അങ്ങേക്ക് നൽകുന്നു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ആന ഇസ്തക്മൽത യാ ഉമർ. ഉമറേ, ഇപ്പോഴാണ് നിന്റെ ഈമാൻ പൂർണ്ണമായത് ഉമറേ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസഖലൈൻ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ حبيبك خير كلهم. سحر کا وقت ہے معصوم کلیاں مسکراتی ہے. ہوائے خیر
मुकद्दम के तराने गुनगुनाती है। मुबारक हो शहे हर दो सिरा तशरीफ ले आए। मौलाय सल्ली व सल्लिम दाइमन अबदन अला हबीबिका खैरिल खल्क़ि कुल्लिहिम। മുത്തമുസമ്മിൽ നിലാവേ നിത്യ സ്വർഗീയ പരിമാണമുല്ലേ। മുത്തമുസമ്മിൽ നിലാവേ നിത്യ സ്വർഗീയ പരിമാണമുല്ലേ। സത്യ സൗഭാഗ്യ കൈ തന്നുമെല്ലേ രക്ഷ തന്നാലും മരതകല്ലേ। സത്യ സൗഭാഗ്യ കൈ തന്നുമെല്ലേ രക്ഷ തന്നാലും മരതക അല്ലേ। അരികെ വന്നാലും പൂരണ പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ। അരികെ വന്നാലും പൂരണ പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ। बर्द झोली मेरी या मोहम्मद लौट कर मैं न जाऊंगा खाली। बर्द झोली मेरी या मोहम्मद लौट कर मैं न जाऊंगा खाली। നബിയെ അങ്ങ് വാരിക്കോരി കൊടുക്കുന്ന ആ നിഅമത്തിന്റെ കൂട്ടത്തിൽ സാധുക്കളാ ഞങ്ങളെയും ചേർക്കണം റബ്ബേ। ബർദ ജോലി മെരിയ മുഹമ്മദ് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വാരിക്കോരി കൊടുക്കുന്ന ഹുബ്ബിന്റെ ഇഷ്കിന്റെ ചഷകങ്ങൾ ഞങ്ങൾക്കും നൽകണം നബിയെ എന്ന് അവിടുന്ന് മഹാനായ അല്ലാമ ഇഖ്ബാൽ പാടുമ്പോൾ ബഹുമാനപ്പെട്ട ഉറുദു കവികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അല്ലാമ ഇഖ്ബാൽ ഇഷ്കിന്റെ ആടിയിൽ ഊളിയിട്ടിറങ്ങിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവര് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുച്ചരിക്കണമെങ്കിൽ വുദൂ ഇല്ലാതെ ഉച്ചരിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. വുദൂ ഇല്ലാതെ ഉച്ചരിക്കൂല. ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ മുഹമ്മദ് എന്ന പേരുള്ള ഒരു കുട്ടിയെ വിളിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് മടിയായി, പേര് വിളിക്കുന്നില്ല. ശിഷ്യന്മാര് ചോദിച്ചു, എന്തേ ഉസ്താദ് നിങ്ങൾ പേര് വിളിക്കാത്തത്? എന്തേ നിങ്ങൾ പേര് വിളിക്കാത്തത്? ഞങ്ങളുടെ പേര് വിളിച്ചല്ലോ, ആ കുട്ടിയുടെ പേരെന്തേ വിളിക്കാന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് ഇഖ്ബാൽ പറയുന്നത്, ആ കുട്ടിയുടെ പേര് എൻ്റെ ഹബീബിന്റെ പേരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ പേര് ഉച്ചരിക്കണമെങ്കിൽ എനിക്ക് വുദൂ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ ഇഷ്കം എന്താണ്? അവരുടെയൊക്കെ സ്നേഹം എന്താണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ കാണിച്ച ഇഷ്കിന്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹസതു ളന്നി യാ ബശീറു യാ നദീറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള കനിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തു ദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബ്
وسلم മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ്റഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ ആ വെണ്മ നമ്മുടെ കണ്ണിലേക്ക് വരട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പൂമുത്തിനെ ഒന്ന് കാണണം. ആ പൂമുത്തിനെ കാണാതെ ഒരിക്കലും ഈ ലോകത്ത് നിന്ന് പോകാൻ പാടില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കണം നമ്മുടെ നോട്ടമെല്ലാം. പക്ഷേ ഹറാം കണ്ട കണ്ണുകളാണ്, ഹറാം കേട്ട ചെവികളാണ്, ഹറാമിലേക്ക് നടന്ന കാലുകളാണ്. അല്ലാഹുവേ ഞങ്ങളെ തടയല്ല റബ്ബേ. ഹബീബിനെ കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ, ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. ഹബീബിനെ കാണാതെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിച്ചവരാണ് സ്വഹാബാക്കളെല്ലാം. താബിഈങ്ങളായ സ്വാലിഹീങ്ങളായ സലഫു സ്വാലിഹീങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിച്ചവരാണ്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിലും ഒരുപാട് നല്ല ആളുകളുണ്ട്. ചില ചെറുപ്പക്കാരുണ്ട് സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് സ്ഥിരമായി വരുന്ന. ഇതുപോലത്തെ മജ്ലിസൊക്കെ വരുമ്പോ അതിലേക്ക് കൂടുന്ന എത്രയോ ചെറുപ്പക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട എത്രയോ ചെറുപ്പക്കാർ എനിക്കറിയാം. എത്രയോ സാധാരണക്കാരായ ചെറുപ്പക്കാരാ, പാൻറ്റിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാണ്. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട എത്രയോ നല്ല ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആശയുണ്ടൻ മഹബൂബേ ആസവീദ തേക്കണയാൻ എത്ര കാലം ഞാനിനിയും കാത്തിരിക്കണം. പൂമദീറോലയെ കണ്ണാല് കാട്ടേണം. പൂമദീറോലയെ കണ്ണാല് കാട്ടേണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് ചെല്ലാനാണ് കൊതിക്കേണ്ടത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നുണ്ട്. ഹജ്ജിന് പോലും മഹാനവറുകൾക്ക് പോകാൻ പേടിയായിരുന്നു. എന്തേ കാരണം? മദീനയിൽ നിന്ന് പുറത്തു പോയാൽ ഞാൻ മദീനയുടെ പുറത്താണല്ലോ മരിക്കുന്നത്, ഇവർക്ക് പേടിയാ. അസ്രാലിന്റെ റൂഹ് പിടിച്ചാലോ, മദീനയുടെ പുറത്ത് വെച്ച് എൻ്റെ റൂഹിനെ അല്ലാഹു പിടിച്ചാൽ ഞാൻ ഹതഭാഗ്യനല്ലേ എന്നാണ് ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്. അത്രയും പേടിയാ. ബഹുമാനപ്പെട്ടവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറുന്നത് മദീനയുടെ ഉള്ളിൽ കാല് വെച്ചിട്ടാണ്. മദീനക്ക് പുറത്തേക്ക് പോകാനേ പേടിയാ, മദീന വിട്ട് പോകാൻ അവർക്ക് പേടിയാ. വശഹ്റേ മുഹബ്ബ ജഹാ മുസ്തഫാ ഹേ വഹി ഘർ ബനാനെ को जी चाहता है. वो सोने से खाकर वो चांदी से मिट्टी नजर में बसाने को जी चाहता है. वो शहरे मोहब्बत जहाँ मुस्तफ़ा है वही घर बनाने को जी चाहता है. जिहाद मोहब्बत की आवाज गूंजी कहाँ हल्ला ने दुल्हन से अपनी इजाजत अगर दो तो जामे शहादत लहों से लगाने
को दिल चाहता है. മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം പ്രിയം വെച്ച ഹൻദല റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ വിളംബരം കേൾക്കുകയാണ്. ഇപ്പോഴാ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ്, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധത്തിന്റെ കാഹളം കേൾക്കുകയാണ്. യുദ്ധത്തിന് വിളംബരം. ഹൻദല റളിയല്ലാഹു അൻഹു തന്റെ പ്രിയതമയോട് ചോദിക്കുകയാണ്, ഇജാസത്ത് അഗർ ദോ തോ ജാമേ ഷഹാദത്ത് ലഹോ സേ ലഗാനെ കോ ദിൽ ചാഹതാ ഹേ. എന്റെ പെണ്ണെ, നീ എനിക്കൊരു പെർമിഷൻ തന്നാൽ, എനിക്കൊന്ന് സമ്മതം തന്നാൽ എൻ്റെ ഹബീബിൻ്റെ കൂടെ ഞാൻ യുദ്ധത്തിന് പോയി രക്തസാക്ഷിയാകാം എന്ന് പെണ്ണിനോട് പറഞ്ഞപ്പോൾ പെണ്ണ് കരയുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോയി ഞാൻ ഷഹീദാകാം പെണ്ണേ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ കരയുകയാണ്. ആദ്യ രാത്രിയാണ്. തൻ്റെ ഭാര്യയുമായി കിടപ്പറ പങ്കിട്ടുകൊണ്ട് ഹൻദല റളിയല്ലാഹു അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സവിധത്തിലേക്ക് ഓടുകയാണ് യുദ്ധത്തിന് വേണ്ടി. മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു അവസാനമായ യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ്? പുതുമണവാളനാണ്. പുതുമണവാളൻ തന്റെ മണവാട്ടിയുടെ കിടപ്പറിൽ ഓടിക്കൊണ്ട് യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ ഹൻദലയെ മാലാഖമാർ കുളിപ്പിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തേ കാരണം? ഹൻദല ഷഹീദായത് ജനാബത്തുകാരനായിട്ട് ഷഹീദായ ഹൻദല റളിയല്ലാഹു അൻഹു, ആ ഹൻദലയുടെ ഭൗതികമായ ശരീരം മാലാഖമാർ കുളിപ്പിച്ചുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. जो पूछा नबी ने के कुछ घर भी छोटा तो सिद्दीक अकबर के होंठों से आया, वहाँ मालो दौलत की क्या है हकीकत, जहाँ जा लुटाने को दिल चाहता है. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ സമ്പാദ്യം നൽകുകയാണ്. തന്റെ ശരീരം തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമർപ്പിക്കുകയാണ്. യാ നബി 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 യാ നബി 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 യാ നബി 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 യാ നബി യാ നബി 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 യാ നബി 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 യാ നബി 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 യാ നബി. സ്നേഹലോകം കേൾക്കണേ, അത് നേരും ജീവിതകാലമേ, അത് സ്നേഹലോകം കേൾക്കണേ, തിരുനൂറിൻ ജീവിതകാലമേ, തിരുനൂറിൻ ജീവിതകാലമേ. യാ നബി നബി യാ നബി നബി യാ നബി നബി യാ നബി നബി യാ നബി നബി
നൂറിൻ ജീവിത കാലമേ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എത്ര ത്യാഗങ്ങളാണ് സഹിച്ചത്. ആ നബിയുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാത്തിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ച അവസ്ഥയായിരുന്നു. തൻ്റെ മാതാവ് നഷ്ടപ്പെട്ട വേദന, ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വേർപാട്, തൻ്റെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ വേർപാട്, തൻ്റെ പ്രിയതമയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വേർപാട്, എല്ലാം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരീക്ഷിക്കപ്പെടുകയായിരുന്നു. ആ സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം മാതാവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനയോർത്ത് വേദന കോരോത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനി ചാണച്ച്, ആമിന ബി പൂമകനിൽ ചുംബനമണച്ച്, അത്തലത്തിൻ പൊന്മുത്ത് മോനെ പാറ്റ് പോറ്റി, ആമിന ബി പൂമകനെ ആശയോടെ തീറ്റി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഗർഭിണിയായ സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ ഈ ലോകത്തോട് വിട പറയുകയാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയതമനെ കാത്തു നിന്നിട്ടുണ്ടാകണം. കാലങ്ങളോളം ഒരുപാട് കാത്തു നിന്നിട്ടുണ്ടാകണം. ഇപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു. പക്ഷേ തിരിച്ചു വന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായാണ് വളർന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷമം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ വിഷമം മാറ്റിക്കൊടുത്തത് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയാണ്. പിതാവില്ലാത്ത അവസ്ഥ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കാതെ ആമിന ബീവി റളിയല്ലാഹു അൻഹ വളരെ സന്തോഷത്തോടെ തൻ്റെ മകനെ വളരെ താരാട്ട് പാടിക്കൊണ്ട് തൻ്റെ മകനെ ഉറക്കുകയാണ് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ. കുഞ്ഞി കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ അൽ അമീനേ, കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അൽ അമീനേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തനിച്ചാണ്, ആരാരുമില്ലാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ. ആ മുത്തിനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഹബീബിന് നമ്മൾ കഴിവിന്റെ പരമാവധി ഈ റബീഉൽ അവ്വൽ കഴിയുന്നതിന് മുമ്പ് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആത്മാവിലേക്ക് ആവാഹിച്ചെടുക്കണം. അന്ത്യദൂതരെ
കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അന്ത്യദൂതര കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് വഹല്ലിൽ ഖുബ്ബത്തി ഖദ്റാഇൽ ഖുബ്ബത്തി സയ്യിദൽ കൗനൈനി അഫ്ളല ഖുർറത്തൽ ഐനൈനി ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് മുത്തിലും മുത്തായ മുത്ത് നബി തങ്ങളെ മുത്തിലും മുത്തായ മുത്ത് നബി തങ്ങളെ മുത്തിലും മുത്തായ മുത്ത് നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള കനിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള കനിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തി എന്നോ രത്തോരേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ
മദ്ഹിൻ ഈരടികൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സനദി യാ ഹബീബല്ലാഹ് അല്ലാഹ് യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സനദി യാ ഹബീബല്ലാഹ് ربنا ارحمنا جميعا لجميع صالحاته الله يا سيدي يا رسول الله يا سندي يا حبيب الله وصل على جميع الأنبياء المرسلين وعلى ملائكة الله المقربين والحمد لله رب العالمين الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇത്രയും നമ്മൾ ചൊല്ലിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും ചൊല്ലുകളും എല്ലാം അല്ലാഹു നമ്മൾ സ്വീകരിക്കട്ടെ. എല്ലാ അദ്ബുകളും വന്നുപോയി വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. സങ്കടങ്ങളൊക്കെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഈ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ച ഈ മഹല്ലത്തുകാർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റി തരട്ടെ. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ചെറുപ്പക്കാർ ഇതിനുവേണ്ടി ഒരുപാട് ദിവസങ്ങളായി രാത്രികളായി ഉറക്കമൊടിച്ച് കഷ്ടപ്പെടുകയാണ്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് കടന്നു വരുമ്പോൾ തന്നെ നല്ലൊരു സ്വീകരണമായിരുന്നു. നല്ല ഭക്ഷണങ്ങളും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ അല്ലാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. അതൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളൊക്കെ ഒരു പക്ഷെ രക്ഷപ്പെടുന്നത് ഇതുപോലത്തെ ചെറിയൊരു കാര്യം കൊണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ഭക്ഷണങ്ങളാണെങ്കിലും എന്താകട്ടെ, ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ കോരിക്കുടിക്കാനുള്ള ഭാഗ്യം കിട്ടാൻ ഒരു പക്ഷേ ഇത് കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനൊക്കെ അധ്വാനിച്ച കഷ്ടപ്പെട്ട സാമ്പത്തികമായും ശാരീരികമായും മറ്റുമൊക്കെ ഇതിന് സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് ഒന്ന് ദ്വാരക്കാൻ. ഉസ്താദിന്റെ സമ്മതത്തോടെ ചെറിയൊരു ദുആ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അലാ റസൂലിക സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മർ റഹ്മാനായ അല്ലാഹ് മജ്‌ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇത്ര നേരം നിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ പാടിയ സദസ്സാണ് റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. വല്ല അദബുകേട് വന്നു പോയിട്ട് വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ തട്ടിക്കളയല്ല റബ്ബ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റഹ്മാനെ, ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ആരോടും ചൊടിയില്ലാത്ത ഖൽബ് തരണേ റഹ്മാനെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതിനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ, ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു ഒരുമിച്ച് കൂടി എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇതിൻ്റെ സംഘാടകർ, ഇതിനുവേണ്ടി സഹകരിച്ചവർ, ഇതിനുവേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാർ, നാട്ടുകാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഉമ്മപ്പങ്ങന്മാർ എല്ലാവർക്കും റബ്ബേ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഈ നാടിനെ ഏറ്റെടുക്കണേ റഹ്മാനെ.
മാതൃകയുള്ള നാടാക്കണേ റഹ്മാന്. അള്ളാഹുവെ എല്ലാവർക്കും മാതൃകയുള്ള നാടാക്കണേ റഹ്മാന്. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റുള്ള അറിയുന്ന സഹകാരികൾ ഉറപ്പെ എല്ലാവർക്കും ഖൈറും ബർക്കത്തും എത്തിക്കൊടുക്കണേ റഹ്മാന്. പ്രത്യേകിച്ച് ഈ നാടിൻ്റെ വിജ്ഞാന ഗോപുരമായി വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാം അക്കാദമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് റഹ്മാന്. അള്ളാഹുവെ ഇൽമിൽ ബർക്കത്ത് ചെയ്യണ റഹ്മാന്. ആ സ്ഥാപനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും റബ്ബെ നീ ഖൈറും ബർക്കത്തും എത്തിക്കൊടുക്കണേ റഹ്മാന്. അള്ളാഹുവെ തക്കതായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇരുവട്ടും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബെ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള ഞാൻ അറിയുന്ന ഉസ്താദ് അബ്ദുറഹ്മാൻ ഉസ്താദ് തുടങ്ങിയ എല്ലാ ഉസ്താദുമാർക്കും റബ്ബ് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ മഈശത്ത് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാന്. എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് നാഫിയായ ഇൽമ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കണ്ണീറിനെ നീ കാക്കണേ റഹ്മാന്. എല്ലാ മോശ വികാര വിചാരങ്ങളൊത്തിട്ട് നീ കാക്കണേ റഹ്മാന്. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാന്. മാതാപിതാക്കൾക്ക് നേരെ വിരൽ ചുണ്ടുന്ന മക്കളാക്കില്ല റഹ്മാന്. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കില്ല റബ്ബെ. അല്ലാഹു ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടുകൊണ്ട് മരിക്കാം. ഈ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, ഈ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, നന്നാക്കണേ റബ്ബേ. അല്ലാഹുവേ ഹിസാബില്ലാതെ സ്വർഗം നൽകണേ അല്ലാഹ്, ഹിസാബില്ലാതെ സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ശത്രുക്കൾ നീ ചിന്ന ഭിന്നമാക്കണേ അല്ലാഹ്. നീ സമാധാനം നൽകണേ റബ്ബേ, സമാധാനം നൽകണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങളെ ഐക്യത്തിലാക്കണേ റബ്ബേ, ഖൈറിലാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് ദീർഘായുസ്സിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരിച്ചവരുടെ ഖബറിനെ വിശാലമാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أصلح أمة سيدنا محمد صلى الله عليه وسلم. اللهم فرج عن أمة سيدنا محمد صلى الله عليه وسلم. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم وادخلنا الجنة مع الأبرار آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء المرسلين وعلى ملائكة المقربين والحمد لله رب العالمين. جزا الله عنا نبينا سيدنا محمد صلى الله عليه وسلم وأهله. جزا الله عنا نبينا سيدنا محمد صلى الله عليه وسلم وأهله. جزا الله عنا نبينا سيدنا محمد صلى الله عليه وسلم وأهله. جزاكم الله عنا وعلى المسلمين خيرا. دعاء وصيته ودغودي. والسلام عليكم ورحمة الله وبركاته.